വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു മോക്ക് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യുക. നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ധാരാളം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, യൂസ് ഓഫ് ദ വേർഡ് കോർപ്പറേഷൻ ബിക്കം സ്റ്റാറ്റ്യൂട്ടറി ആസ് പെർ. സ്റ്റാറ്റ്യൂട്ടറി ആയത് ഏത് ആക്ട് മുതലാണ്? കോർപ്പറേഷൻ എന്ന വാക്ക് കേട്ടോ. ഓപ്ഷൻ എ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1904, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1912, മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 ആൻഡ് നോട്ട് സ്റ്റാറ്റ്യൂട്ടറി എന്നാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മുടെ PYQ തന്നെയാണത്. ഏതാണ് ഉത്തരമായിട്ട് വരിക? 1912 ആക്ട് വന്നപ്പോഴാണ് ഇത് എന്തായത്, നിർബന്ധമായത് അല്ലേ? കോർപ്പറേഷൻ എന്ന വാക്ക് സ്റ്റാറ്റ്യൂട്ടറി ആക്കിയത് എന്നാണ്? യൂസ് ഓഫ് ദ വേർഡ് കോർപ്പറേഷൻ ബിക്കം സ്റ്റാറ്റ്യൂട്ടറി ആസ് പെർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1912 കേട്ടോ. ഓക്കെ, ഇനി അടുത്തത്, റുപ്പേ കാർഡ് വാസ് ലോഞ്ച്ഡ് ഇൻ ദ ഇയർ. റുപ്പേ കാർഡ് എന്നാണ് ലോഞ്ച് ചെയ്തത്? എന്നാണ് ലോഞ്ച് ചെയ്തത് റുപ്പേ കാർഡ്? അറിയായിരിക്കും അല്ലേ? 2012 റുപ്പേ കാർഡ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ റുപ്പേ കാർഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ 1904 ആക്റ്റും 2012 ആക്റ്റും അതിൻ്റെ കുറച്ച് സ്പെഷ്യൽ ഫീച്ചേഴ്സൊക്കെ ഇല്ലേ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഭാഗം ജനറൽ പോപ്പുലേഷൻ്റെ സ്റ്റാർട്ടിങ് ഇൻട്രൊഡക്ഷൻ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യയിലെ ഒരു കോർപ്പറേഷൻ്റെ ഒരു തുടക്കവും അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ ചോദ്യം, ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊമോട്ട്സ് റുപ്പേ കാർഡ് ആസ് എ പാർട്ട് ഓഫ് ദ ഡാഷ് ഇനീഷ്യേറ്റീവ്. ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റുപ്പേ കാർഡ് പ്രൊമോട്ട് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സ്കിൽ ഇന്ത്യ ആണോ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആണോ, ആയുഷ്മാൻ ഭാരത് ആണോ, ആത്മനിർഭർ ഭാരത് ആണോ? ഏതാണ്? ഏത് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് റുപ്പേ കാർഡ് ലോഞ്ച് ചെയ്തത്? ആത്മനിർഭർ ഭാരത് എന്നിട്ടുള്ളതാണ് കേട്ടോ. ഡിജിറ്റൽ പേയ്മെൻറ്റ്, ഡിജിറ്റൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ടാണ് ഇത്. ആ ഒരു പേരങ്ങനെയാണ്. ഇതിന് ഇംഗ്ലീഷിലെ പേരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ ആ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ്, ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് റുപ്പേ കാർഡ് വന്നിട്ടുള്ളത്. റുപ്പേ കാർഡ് ഈസ് ആക്സെപ്റ്റഡ് ഇൻ്റർനാഷണലി ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് വിച്ച് കാർഡ് നെറ്റ്വർക്ക്സ്. അതായത് ഇന്ത്യക്കകത്ത് മാത്രമല്ല, വിദേശത്തും എന്താണ് നമ്മുടെ റുപ്പേ കാർഡ് വർക്കിംഗ് ആണ്. എല്ലാ രാജ്യങ്ങളും അലൗഡ് ആണോ ചോദിച്ചാൽ അല്ല, കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ റുപ്പേ കാർഡ് ഈസ് ആക്സെപ്റ്റഡ് ഇൻ്റർനാഷണലി പാർട്ട്ണർഷിപ്പുമായിട്ടുള്ള ആരുമായിട്ടാണ്, ഏത് വലിയൊരു ഭീമൻ കമ്പനികളുമായിട്ടാണ് അവർ പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്നാണ് ചോദ്യം. അതായത് ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് ആവണമല്ലോ. അപ്പോൾ വിസ ആൻഡ് മാസ്റ്റർ കാർഡ് ആണോ, ഡിസ്കവർ ആൻഡ് JCB ആണോ, അമേരിക്കൻ എക്സ്പ്രസ് ഓൺലി, നൺ ഓഫ് ദി എബോവ്. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം എന്താണ്, ഇൻ്റർനാഷണൽ കമ്പനിയുടെ വിസയും മാസ്റ്റർ കാർഡൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഇന്ത്യൻ ആണോ? അല്ല, ഇതൊക്കെ പുറത്തെ കമ്പനികളുടെ ആണോ അല്ലേ? അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു കൊളാബറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കവർ ആൻഡ് JCB കമ്പനിയായിട്ടാണ് ഇവർ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നത് കേട്ടോ. ഇൻ്റർനാഷണലി ഈ കാർഡ് നമ്മുടെ ഇന്ത്യക്കകത്ത് അതിൻ്റെ ആവശ്യമില്ല, മറ്റതാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഡിസ്കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ കമ്പനിയാണ് കേട്ടോ. ഡിസ്കവറും JCB രണ്ടും ഒന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ്, വിച്ച് ടെക്നോളജി ഈസ് യൂസ്ഡ് ഇൻ റുപ്പേ കാർഡ്സ് ടു എൻഷുർ സെക്യൂരിറ്റി. സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി റുപ്പേ കാർഡിൽ ഉണ്ടാക്കിയ ടെക്നോളജി എന്താണെന്നാണ്. മാഗ്നറ്റിക് സ്ട്രിപ്പാണ്. ഓരോ കാർഡിലും ഓരോ ടെക്നോളജി ആയിരിക്കും. EMV ചിപ്പ് ടെക്നോളജി ആണോ, QR കോഡാണോ, ബയോമെട്രിക് സ്കാൻ ആണോ? എന്താണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജി എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഏതാണ്? EMV ആണ് കേട്ടോ. EMV ചിപ്പ് ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെന്താണ് ആ ടെക്നോളജി നമുക്ക് ജസ്റ്റ് നോക്കാം. EMV കാർഡ്സ് സ്റ്റോർ ചെയ്യുന്നു കാർഡ് ഹോൾഡറുടെ ഇൻഫർമേഷൻ ഒരു മെറ്റാലിക് ചിപ്പിൻ്റെ ഉള്ളിൽ ഇൻസ്റ്റഡ് ഓഫ് ആൻ മാഗ്നറ്റിക് സ്ട്രിപ്പ്. സാധാരണ മാഗ്നറ്റിക് സ്ട്രിപ്പിലാണ്, പക്ഷേ ഇങ്ങനത്തെ EMV എന്ന് പറഞ്ഞ കാർഡ് ഹോൾഡറുടെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് ഒരു മെറ്റാലിക് ചിപ്പിൻ്റെ ഉള്ളിലാണ്.
ദീസ് ചിപ്സ് ക്യാൻ ഓൺലി ബി ഓതൻറ്റിക്കേറ്റഡ് ബൈ സ്പെഷ്യൽ റീഡേഴ്സിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ചിപ്സ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ, മേക്കിംഗ് ദം മോർ സെക്യൂർ ദാൻ സ്ട്രൈപ്പ് ഓൺലി കാർഡ്സ്. സ്ട്രൈപ്പിനേക്കാളും എന്തുകൊണ്ടും മേന്മ കൂടിയതാണ് എന്ത്, മാഗ്നറ്റിക് സ്ട്രിപ്പിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് വേർഷൻസ് ആണ് ഈ സംഭവം കൊടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഫുൾ ഫോം എന്താ വെച്ചാൽ EMV എന്ന് പറഞ്ഞാൽ യൂറോപ്പേ മാസ്റ്റർ കാർഡ് വിസ എന്നാണ് ഇതിൻ്റെ പേര്. കാരണം ഈ കാർഡുകളൊക്കെ എന്താണ്, ഈ ഒരു സെക്യൂരിറ്റി സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. EMV, യൂറോപ്പേ മാസ്റ്റർ കാർഡ് ആൻഡ് വിസ. ഇറ്റ് ഈസ് എ ഗ്ലോബൽ സ്റ്റാൻഡേർഡാണ് ഫോർ സെക്യൂറിങ് ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ്, ഓൾസോ നോൺ ആസ് ചിപ്പ് കാർഡ് എന്നറിയപ്പെടുന്നു. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് കാർഡ്സ്, IC കാർഡ്സ്, EMV കാർഡ്സ് ആർ ഡിസൈൻഡ് ടു ഇംപ്രൂവ് ദ സെക്യൂരിറ്റി ഓഫ് കാർഡ് പേയ്മെൻറ്റ്സ് ബൈ യൂസിങ് ചിപ്പ് ബേസ്ഡ് ടെക്നോളജി. ചിപ്പ് ബേസ്ഡ് ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നതാണ് EMV കാർഡ്സ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് റുപ്പേ കാർഡ്? റുപ്പേ കാർഡിൻ്റെ ഫീച്ചർ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഡൊമസ്റ്റിക് പ്രോസസ്സിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്, ഫ്രീ ട്രാവൽ ഇൻഷുറൻസ് ഇൻ്റർനാഷണലി, ഇൻ്റഗ്രേഷൻ വിത്ത് ഗവൺമെൻറ് സബ്സിഡി സ്കീംസ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സപ്പോർട്ട്. എന്താണ് റുപ്പേ കാർഡിൻ്റെ ഫീച്ചർ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ്? ഡൊമസ്റ്റിക് പ്രോസസ്സിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടോ? ഉണ്ടല്ലേ. പിന്നെ ഫ്രീ ട്രാവൽ ഇൻഷുറൻസ് ഇൻ്റർനാഷണലി നടത്താൻ പറ്റുമോ? കാർഡ് ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ഇൻ്റർനാഷണൽ ട്രാവൽസൊക്കെ ഫ്രീ ആണോ? അല്ല അല്ലേ. പിന്നെ ഇൻ്റഗ്രേഷൻ വിത്ത് ഗവൺമെൻറ് സബ്സിഡി സ്കീംസ്, ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി ആയിട്ട് ഇൻ്റഗ്രേറ്റഡ് ആണോ? അതെ. റുപ്പേ കാർഡ് ലിങ്ക്ഡ് ആണ് അല്ലേ പല ഗവൺമെൻറ് പരിപാടികളും. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സപ്പോർട്ടിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വന്നത് തന്നെ. ഓക്കെ, അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് ഓപ്ഷൻ B ആണ് അല്ലേ തെറ്റായിട്ടുള്ളത്. ഫ്രീ ട്രാവൽ ഉണ്ടോ? ഫ്രീ ട്രാവൽ ഇല്ല, അതും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ല. നെക്സ്റ്റ് വന്നിട്ട് വാട്ട് ഡസ് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്താണെന്ന്, മീൻസ് ഇനി ഈ കോൺടെസ്റ്റിൽ, അതായത് ഈ ഒരു കോൺടെസ്റ്റിൽ റുപ്പേ എന്ന് പറഞ്ഞ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. കാർഡ്സ് ക്യാൻ ഓൺലി ബി യൂസ്ഡ് ഇൻ എ സ്പെസിഫിക് ബാങ്കിൽ മാത്രമാണോ യൂസ് ചെയ്യാൻ പറ്റുക? കാർഡ്സ് ക്യാൻ ബി യൂസ്ഡ് അക്രോസ് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് ആൻഡ് നെറ്റ്വർക്ക്സ്, യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല്ലേ. കാർഡ്സ് ആർ ലിമിറ്റഡ് ടു ഗവൺമെൻറ് സ്കീംസിന് മാത്രമാണോ അവൈലബിലിറ്റി ഉള്ളത്? കാർഡ്സ് ആർ ഡിസ്പോസബിൾ ആണോ? എന്താണ് ഈ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം? ഓപ്പൺ ലൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ എന്ന് അർത്ഥമാക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. എന്തായിരിക്കും? ഓപ്ഷൻ B ആണ് കറക്റ്റ്. അതായത് കാർഡ്സ് ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് ആണ്, ഇൻ്റർനാഷണലി പ്ലാറ്റ്ഫോംസിൽ അത് അക്രോസ് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് ആൻഡ് നെറ്റ്വർക്ക്സ്, അതാണ് അതിൻ്റെ ഉത്തരം. അതാണ് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞ കോൺടെസ്റ്റ് മീൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം മീൻ ഇൻ ദ കോൺടെസ്റ്റ് ഓഫ് റുപ്പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡ്സ് ക്യാൻ ബി യൂസ്ഡ് അക്രോസ് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് ആൻഡ് നെറ്റ്വർക്ക്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അണ്ടർ KYC, നമ്മൾ KYC ഗൈഡ് ലൈൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവരെ നമ്മൾ റുപ്പേ കാർഡിനെ കുറിച്ചാണ്. റുപ്പേ കാർഡിനെ സാധാരണ നമ്മൾ കാണപ്പെടാറുള്ള ചോദ്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോർമലി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പോൾ അതൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അത് നിങ്ങൾ ഉറച്ച് പഠിച്ചു വെക്കണം കേട്ടോ. റുപ്പേ കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെയാണ് KYC, നോ യുവർ കസ്റ്റമർ. അതൊന്നും എന്തായാലും ചോദ്യങ്ങളില്ലാത്ത ചോദ്യപേപ്പർ കാണാറില്ല. ഇതുപോലെ തന്നെയാണ് റുപ്പേ കാർഡിൻ്റെ കാര്യം. റുപ്പേ കാർഡ് മാത്രമല്ല, NPCIയുടെ ഒട്ടുമിക്ക പ്രോഡക്ട്സിനെ കുറിച്ചും ചോദ്യങ്ങൾ വരാറുണ്ട്. NPCI, RBI അവരുടെ പ്രോഡക്ട്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ NPCI പഠിക്കാതെ പോകരുത്. NPCIക്ക് ഒരു 8-9ഓളം പ്രോഡക്ട്സ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് കേട്ടോ. അണ്ടർ KYC വാട്ട് ഈസ് കസ്റ്റമർ ഡ്യൂ ഡെലിജൻസ്? കസ്റ്റമർ ഡ്യൂ ഡെലിജൻസ് എന്താണെന്നാണ് KYCയിൽ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. സെറ്റിംഗ് അപ്പ് എ ക്രെഡിറ്റ് സ്കോർ, കളക്ടിങ് ആൻഡ് വെരിഫൈയിങ് ഐഡൻറ്റിറ്റി ആൻഡ് അഡ്രസ് പ്രൂഫ്, പ്രൊമോട്ടിംഗ് കസ്റ്റമർ ലോയാലിറ്റി, ഇഷ്യൂയിങ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡ്സ്. എന്താണ് ഈ ഒരു കസ്റ്റമർ ഡ്യൂ ഡെലിജൻസ്? CDD എന്നാണ് അതിനെ പറയുക. അപ്പോൾ അതെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ സംഭവം? അതായത് നമ്മുടെ ID കളക്ട് ചെയ്യുക, അതാണ് ഐഡൻറ്റിറ്റിയും അഡ്രസ് പ്രൂഫും കളക്ട് ചെയ്യുന്നതിനും വെരിഫൈ ചെയ്യുന്നതിനും പറയുന്ന പേരാണ് എന്ത്? കസ്റ്റമർ ഡ്യൂ ഡെലിജൻസ്. കസ്റ്റമർ CDD നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുക എന്ന് വെച്ചാൽ കളക്ടിങ് ആൻഡ് വെരിഫൈയിങ് ഐഡൻറ്റിറ്റി ആൻഡ് അഡ്രസ് പ്രൂഫ്, അതാണ് കസ്റ്റമർ ഡ്യൂ ഡെലിജൻസ് എന്ന് പറഞ്ഞാൽ. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ ഓഫൺ ഷുഡ് KYC ബി അപ്ഡേറ്റഡ് ഫോർ ലോ റിസ്ക് കസ്റ്റമേഴ്സ്? അപ്പോൾ നമ്മളെപ്പോഴും ഓർത്തിരിക്കണം, KYC റിസ്ക് ആണ്, റിസ്ക് കുറയ്ക്കാനാണല്ലോ ഒരു KYC തുടങ്ങിയത് അല്ലേ. പിന്നെ അത് മാത്രമല്ല, കള്ളപ്പണത്തിനെതിരെ അങ്ങനത്തെ കുറച്ച് ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ അവരറിയണം എത്ര ട്രാൻസാക്ഷൻസ് പോകണു, അവർക്ക് അളവിൽ അധികമായിട്ട് നമ്മൾ ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ടോ, ഇൻ്റർനാഷണലി ട്രാൻസാക്ഷൻസ് എത്ര പോകണു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് KYC വളരെ നിർബന്ധിതമാക്കിയത്. അപ്പോൾ KYCയിൽ റിസ്കിന് ലോ റിസ്ക്,
അതുപോലെ തന്നെ മീഡിയം റിസ്ക്, ഹൈ റിസ്ക് എന്ന് പറഞ്ഞ് 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അക്കൗണ്ട് ഹോൾഡേഴ്സിനെയും അതുപോലെ അവർ കാറ്റഗറൈസ് ചെയ്തിട്ട് അവർക്ക് ഓരോരുത്തർക്കും ഓരോ പീരിയഡാണ് ഫിക്സ് ചെയ്യുന്നത് ഈ റിസ്കിനനുസരിച്ച് കേട്ടോ. റിസ്കിന് ആനുപാതികമായിട്ട് അവർക്ക് ഈ ഡ്യൂ ഡെലിജൻസ് എടുക്കേണ്ട സമയം നമ്മുടെ അഡ്രസ് പ്രൂഫൊക്കെ എടുക്കേണ്ട സമയം ഓരോ കസ്റ്റമേഴ്സിനും അവരുടെ ഒരു പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അവരുടെ അക്കൗണ്ടും പ്രൊഫഷനുമായിട്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ലോ റിസ്ക് കസ്റ്റമേഴ്സ് ആണെങ്കിൽ എത്ര വർഷം കൂടുമ്പോൾ KYC വാങ്ങണം. അപ്പോൾ നമ്മൾ ബാങ്കിൽ പോയിട്ട് അക്കൗണ്ട് കൊടുന്നു, ഒരു കൊല്ലം കഴിയുമ്പോൾ നമ്മളോട് ഇനി KYC കൊണ്ടുപോയോ എന്ന് പറയുമോ? നോർമൽ ലോ റിസ്ക് കസ്റ്റമർ ആണെങ്കിൽ പറയില്ല. അതെ, നോർമലായി നമ്മുടെ സാലറീഡ് പേഴ്സൺസിന് ഒന്നും എന്തല്ല അടുത്ത കൊല്ലം തന്നെ കൊണ്ടുപോയോ എന്ന് പറയില്ല. അവിടെ എവറി 10 years കൂടുമ്പോഴാണ് അങ്ങനെ പറയുക കേട്ടോ. ഏതാ ഉത്തരമായിട്ട് വരിക? എവറി 10 years, എവറി ഇയർ, എവറി 2 year, എവറി 10 year, നോ നീഡ് ടു അപ്ഡേറ്റ് ചെയ്യണം. ഒരുപാട് കാലം കഴിയുമ്പോഴാണ് നമ്മളോട് ചോദിക്കുക. അപ്പോൾ നമ്മളോട് 10 വർഷം കഴിഞ്ഞാൽ നമ്മുടെ സാമഗ്രികളൊക്കെ ഒന്നും കൂടി കൊണ്ടു കൊടുക്കണം അല്ലേ. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട് ഇതുപോലെ ഫ്രീസായി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയ, ബാലൻസ് ഇല്ലാതെ നിന്നുപോയി, അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളോട് എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ KYC അപ്ഡേറ്റ് ചെയ്താലേ നമുക്ക് അവർക്ക് തിരിച്ച് ഓപ്പൺ ചെയ്തു തരുള്ളൂ. നമ്മളൊരു ട്രാൻസാക്ഷനും നടത്താതെ നമ്മളെ അക്കൗണ്ട് ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലുമായി കിടക്കുകയാണെങ്കിൽ പിന്നെ അത് റെഡിയാക്കണമെങ്കിൽ നമ്മുടെ KYC കൊടുക്കണം. നോർമലി നമുക്ക് അക്കൗണ്ട് റണ്ണിങ് ആണെങ്കിൽ എന്താണ് എവറി 10 വർഷം കൂടുമ്പോഴാണ് ലോ റിസ്ക് കാറ്റഗറിയിൽ കേട്ടോ. അപ്പോൾ അത് 3 എണ്ണം വരുന്നുണ്ട്. ഒന്ന് ലോ റിസ്ക് കാറ്റഗറി പറഞ്ഞു, എവറി 10 years ആണെന്ന്. മീഡിയം റിസ്ക് ആണെങ്കിൽ 8 വർഷമാണ് പറഞ്ഞത് കേട്ടോ. മീഡിയം റിസ്കിലാണെങ്കിൽ 8 വർഷമാണ്. ഹൈ റിസ്കിലാണെങ്കിൽ 2 വർഷം കൂടുമ്പോൾ മേടിച്ച് വെക്കണം, ഹൈ റിസ്ക് ആണെങ്കിൽ. കാരണം അവർ സസ്പീഷ്യസ് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് 2 വർഷം കൂടുമ്പോൾ KYC കൊടുക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ KYC അപ്ഡേറ്റ് ചെയ്യേണ്ട ലോ റിസ്ക് കസ്റ്റമേഴ്സ് ആണെങ്കിൽ എല്ലാ 10 വർഷം കൂടുമ്പോഴും വാങ്ങിയാൽ മതി ഡ്യൂ ഡെലിജൻസ്. ഇനി ലോ റിസ്ക് കസ്റ്റമേഴ്സ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ദ ഫോളോയിങ്. ഈ താഴെ പറഞ്ഞിട്ടുള്ളതിൽ ലോ റിസ്ക് കസ്റ്റമേഴ്സ് അല്ലാത്തത് ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സൺ, സാലറീഡ് എംപ്ലോയീസ് വിത്ത് നോൺ ഇൻകം സോഴ്സസ്, ഗവൺമെൻറ് എംപ്ലോയീസ്, പിന്നെ കസ്റ്റമേഴ്സ് വിത്ത് സ്മോൾ അക്കൗണ്ട് ബാലൻസ് ആൻഡ് ലിമിറ്റഡ് ട്രാൻസാക്ഷൻ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് എന്താണ് ലോ റിസ്ക് കസ്റ്റമേഴ്സിൽ ഇല്ല. ബാക്കി എല്ലാവരും എന്താണ് സാലറീഡ് പേഴ്സൺസ്, കറക്റ്റായിട്ടുള്ള ഇൻകം സോഴ്സ് അവരുടെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും അല്ലേ. ഗവൺമെൻറ് എംപ്ലോയീസ് ആയിക്കോട്ടെ, കസ്റ്റമേഴ്സ് വിത്ത് സ്മോൾ അക്കൗണ്ട് ബാലൻസസ് ആൻഡ് ലിമിറ്റഡ് ട്രാൻസാക്ഷൻസ് ആയിക്കോട്ടെ, അവർക്കൊക്കെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ, ഇത്ര ഒരുപാട് കൊടുക്കൽ വാങ്ങലുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അവർക്ക് ലോ റിസ്ക് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ ഒരു ടാഗ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സൺസ് ആണ് ഇവിടെ, അവർ റിസ്ക് കൂടിയ ഇനമാണ് അല്ലേ, ലോ റിസ്കിൽ ഉൾപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കോപ്പറേറ്റീവിലൂടെ കോഴ്സ് നന്നായി പോണു. അപ്പോൾ ഇനി അതുമായി ബന്ധപ്പെട്ട് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നാളെ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. താങ്ക്